അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നോർമലി നമ്മൾ ബ്ലാക്ക് ഗണാഷിനകത്തേക്കാണ് ഈ ഡിസൈൻ കൊടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ വൈറ്റ് ഗണാഷിലേക്കാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്. ഗോൾഡൻ ഡസ്റ്റും ഇവാപറെക്സും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഫ്ലവർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെയൊക്കെ പല വീഡിയോസും ചെയ്തപ്പം അതിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ട് ഓയിലും ആ ഒരു ഗോൾഡൻ ഡസ്റ്റും കൂടെ മിക്സ് ചെയ്താൽ ഇത് ശരിയാവുമോ എന്നുള്ളത്. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കൂടുതലും ഇവാപറെക്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവാപറെക്സ് ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ഞാൻ ഫാബിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു മിൽക്കി നട്ട് കേക്കിന്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ചെയ്തപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു പിങ്ക് കളർ ഡസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് ഇവാപറെക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ ഒരു കളറിലും കിട്ടുമല്ലോ. അപ്പോൾ അത് ചെയ്താൽ സക്സസ് ആവുമെന്ന് അറിയുകയും ചെയ്യണമല്ലോ. ഇതുവരെ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പിങ്ക് കളർ ഡസ്റ്റ് എടുത്ത് ഇതേപോലെ ഇവാപറെക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിലേക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. അതേപോലെ തന്നെ പല കളർ ലെസ്റ്റർ ടെസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ഗണാഷിൽ ഇതേപോലെ പല ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മിക്കവരുടെയും ബട്ടർഫ്ലൈ ഷേപ്പിലും അതേപോലെ സ്റ്റാർ ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും ഒക്കെ ഒരുപാട് പ്ലങ്ങർ കട്ടേഴ്സ് എല്ലാവരുടെയും കാണും. അപ്പൊ ഇതേപോലെയുള്ള ഈസി ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗണാഷ് ഒഴിച്ച് സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസൈൻ ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗണാഷ് ഒഴിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡിസൈൻ അത്ര അങ്ങോട്ട് നമുക്ക് ശരിയായി കിട്ടത്തില്ല. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ മിനിമൽ ഡിസൈനിൽ നമുക്ക് കേക്കിനെ നല്ല ക്യൂട്ട് ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.